ബോയൻ ഫോഴ്സ് അഥവാ പ്ലവക്ഷമ ബലം എന്ന് പറഞ്ഞ ചാപ്റ്റർ വെറും 12 മിനിറ്റിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പഠിക്കാൻ പോവാണ്. ഇതൊരു സമ്മറി വീഡിയോ അല്ല, ടെക്സ്റ്റ് ബുക്ക് കംപ്ലീറ്റ് ആയിട്ട് വിത്ത് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ തന്നെ സർപ്രൈസ് ആയിരിക്കും ഈ ചാപ്റ്റർ നിങ്ങൾ മുഴുവൻ പഠിച്ചു എന്നുള്ള കാര്യം. ഓക്കെ, ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞാൽ തീർച്ചയായും കമന്റ് ബോക്സിൽ ഇഷ്ടമായി സർ എന്ന് കമന്റ് ചെയ്യാൻ മടിക്കണ്ട. ഓൾസോ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും, എല്ലാ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഫ്രണ്ട്സിനും ഇത് ഷെയർ ചെയ്യാനും മറക്കണ്ട. കാരണം എല്ലാവർക്കും ഒരേപോലെ യൂസ്ഫുൾ ആകാൻ പോകുന്ന ഒരു വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം വേസ്റ്റ് ചെയ്യാതെ വീഡിയോയിലേക്ക് കിടക്കാം. ചാപ്റ്റർ നമുക്ക് അടിച്ചു പൊളിച്ച് തീർക്കാം. ആദ്യം തന്നെ നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് ഈ ബോയൻ ഫോഴ്സ് അഥവാ പ്ലവക്ഷമ ബലം എന്നാണ്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ മക്കളെ. നിങ്ങളൊരു മഗ് എടുത്തിട്ട് വെള്ളത്തിൽ മുക്കി കഴിഞ്ഞാൽ ആ മഗ് മുകളിലേക്ക് തിരിച്ചു വരൂലേ. അതിൻ്റെ കാരണം എന്താ? ആ മഗ്ഗിന് വെള്ളത്തിനുള്ളിലുണ്ടായിരുന്നു, അപ്പം മുകളിലേക്കൊരു ഫോഴ്സ് ഉണ്ടായിരുന്നു. ആ വെള്ളം കൊടുക്കുന്ന, ചുറ്റുള്ള വെള്ളമാണ് ഫോഴ്സ് കൊടുക്കുന്നത്, ആ ബാക്കിയുള്ള വെള്ളം മുകളിലേക്ക് കൊടുക്കുന്ന ആ ഒരു ഫോഴ്സിനെയാണ് നമ്മൾ ബോയൻ ഫോഴ്സ് അഥവാ പ്ലവക്ഷമ ബലം എന്ന് വിളിക്കുക. പരീക്ഷയിൽ ഡെഫിനേഷൻ പഠിക്കണം, ചോദിക്കും വാട്ട് ഈസ് ബോയൻ ഫോഴ്സ്, എന്താണ് പ്ലവക്ഷമ ബലം. അപ്പോൾ എഴുതി വെക്കണം. വെൻ ആൻ ഒബ്ജക്റ്റ് ഈസ് ഫുള്ളി ഓർ പാർഷ്യലി ഇമ്മേഴ്സ്, ഒന്നെങ്കിൽ ഫുള്ളി അല്ലെങ്കിൽ പകുതി ഇമ്മേഴ്സ് ചെയ്താൽ മതി, കുറച്ച് മുങ്ങിയാലും മതി. ദി അപ്വേർഡ് ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദ ഫ്ലൂയിഡ് ഓൺ ദി ഒബ്ജക്റ്റ് ഇസ് ദി ബോയൻ ഫോഴ്സ്. മുകളിലേക്ക് കൊടുക്കുന്ന ആ ഒരു ഫോഴ്സിനെയാണ് നമ്മൾ ബോയൻ ഫോഴ്സ് അഥവാ പ്ലവക്ഷമ ബലം എന്ന് വിളിക്കുക. അപ്പോൾ ബോയൻ ഫോഴ്സിന്റെ ഡയറക്ഷൻ എപ്പോഴും എന്താണ്? അപ്വേർഡ് ആണ് എന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെക്കുക. ഈ ബോയൻ ഫോഴ്സിന് ഒരു വാല്യൂ ഉണ്ട്, ഒരു ഇക്വേഷൻ ഉണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്ക് അതിലേക്ക് എത്താം. അതിൻ്റെ ലോജിക്ക് മനസ്സിലാക്കണം, എന്നാലേ ചോദ്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുള്ളൂ. വളരെ സിമ്പിളാണ് മക്കളെ. ഒരു കല്ലുണ്ട് വിചാരിക്കുക, അത് നമ്മൾ എയറിൽ വെയിറ്റ് ചെയ്താൽ, ഒരു സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിച്ചിട്ട് എയറിൽ അതിൻ്റെ വെയിറ്റ് നോക്കിയാൽ അതിൻ്റെ വെയിറ്റ് 10 ന്യൂട്ടനാണ് കണ്ടു വിചാരിക്കുക. അതിൻ്റെ കാരണം എന്താണ്? അതിൻ്റെ കാരണം അതിൻ്റെ ആക്ച്വൽ വെയിറ്റ് 10 ന്യൂട്ടൺ ആയിരിക്കും. അപ്പോൾ അവൻ്റെ എയറിലെ വെയിറ്റ് 10 ന്യൂട്ടനാണ്. ഓക്കെ, നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, ഇതേ കല്ലിനെ ഞാൻ വെള്ളത്തിൽ മുക്കി വിചാരിക്കാം, ഒരു ഫ്ലൂയിഡിൽ മുക്കി വിചാരിക്കാം. അപ്പോൾ ആ സ്പ്രിംഗ് ബാലൻസ് കാണിക്കാൻ പോകുന്ന വെയിറ്റ് 8 ന്യൂട്ടൺ ആണ്. അതെന്താ സാർ 8 ന്യൂട്ടൺ കാണിക്കുന്നത്? അതിന്റെ കാരണം അതിന്റെ താഴേക്കുള്ള ഫോഴ്സ് 10 ന്യൂട്ടൺ തന്നെയാണ്. ഗ്രാവിറ്റി പിടിച്ച് വലിക്കുന്ന ഫോഴ്സ് നേരത്തെ പോലെ തന്നെ 10 ന്യൂട്ടൺ ആണ്. പക്ഷേ ഒരു ഫ്ലൂയിഡിലായതുകൊണ്ട് ആ ഫ്ലൂയിഡ് എന്ത് ചെയ്യും? മുകളിലേക്ക് ഒരു ബോയൻ ഫോഴ്സ് കൊടുക്കും. ഈ ബോയൻ ഫോഴ്സ് ആയിരിക്കും അവൻ്റെ ടോട്ടൽ വെയിറ്റിനെ കുറച്ച് 8 ആക്കുന്നത്. ഇനി നിങ്ങൾ പറയുന്നത് നോക്കിയിട്ട് പറയണം, എത്രയായിരിക്കും ബോയൻ ഫോഴ്സ്? അവൻ്റെ ഫ്ലൂയിഡിലെ വെയിറ്റ് 8 ന്യൂട്ടണിലേക്ക് കുറഞ്ഞെങ്കിൽ, 10 ന്യൂട്ടൺ 8ലേക്ക് കുറഞ്ഞെങ്കിൽ ഈ ബോയൻ ഫോഴ്സ് എത്ര ആയിരിക്കണം? 2 ന്യൂട്ടൺ ആയിരിക്കണം. അത് കിട്ടാൻ വളരെ സിമ്പിളായിട്ടുള്ളൊരു വഴി ഉണ്ടോ? ഉണ്ട്. ഈ 10ഉം 8ഉം മൈനസ് ചെയ്താൽ നമുക്ക് ബോയൻ ഫോഴ്സ് 2 ന്യൂട്ടൺ എന്ന് കിട്ടും. വളരെ സിമ്പിൾ. അതായത് ബോയൻ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്തായിരിക്കും? ബോയൻ ഫോഴ്സ് കിട്ടണമെങ്കിൽ നമ്മളൊരു വസ്തുവിന്റെ എയറിലെ വെയിറ്റ് എടുക്കുക, അവന്റെ ഫ്ലൂയിഡിലെ വെയിറ്റ് എടുക്കുക, അത് രണ്ടും കൂടി മൈനസ് ചെയ്യുക, ദെൻ യു വിൽ ഗെറ്റ് ദ ബോയൻ ഫോഴ്സ്. ഈ കേസിലാണെങ്കിൽ 10 ന്യൂട്ടൺ മൈനസ് 8 ന്യൂട്ടൺ ഈക്വൽ 2 ന്യൂട്ടൺ ആണ് നമ്മുടെ ബോയൻ ഫോഴ്സ്. സിമ്പിൾ ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ബോയൻ ഫോഴ്സിന്റെ ഇക്വേഷൻ മനസ്സിലായി വിചാരിക്കുന്നു. ഈ എയറിലെ വെയിറ്റും ഫ്ലൂയിഡിലെ വെയിറ്റിലെയും വ്യത്യാസം അതിന് നമുക്ക് ലോസ് ഓഫ് വെയിറ്റ് എന്ന് വിളിച്ചൂടെ. വെയിറ്റ് എത്ര കുറഞ്ഞു, ഭാരം എത്ര കുറഞ്ഞു, 2 ന്യൂട്ടൺ കുറഞ്ഞു. അപ്പോൾ ബോയൻ ഫോഴ്സിനെ നമുക്ക് ഇങ്ങനെയും പറയാം, ലോസ് ഓഫ് വെയിറ്റിനോട് ഈക്വൽ എന്നുള്ള കാര്യം പഠിക്കാം. അപ്പോൾ ഈ ഇക്വേഷൻ പഠിച്ചു വെക്കണം. ന്യൂമറിക്കൽസ് നമ്മൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന്. മാത്രമല്ല ബോയൻ ഫോഴ്സ് ലോസ് ഓഫ് വെയിറ്റിനോട് ഈക്വൽ എന്നുള്ള കാര്യം ഒന്ന് പഠിച്ചു വെക്കുക. ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, ബോയൻ ഫോഴ്സ് ഈക്വൽ ടു ദ ലോസ് ഓഫ് വെയിറ്റ് ഓഫ് ദി ഒബ്ജക്ട്. ഭാരക്കുറവിനോട് തുല്യമാണ് എന്ത്? നമ്മുടെ പ്ലവക്ഷമ ബലം. ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഓരോ വെള്ളത്തിൻ്റെ അല്ലെ ഓരോ ഫ്ലൂയിഡ്സിൻ്റെ ഡെൻസിറ്റിയാണ്. ഈ ഡെൻസിറ്റിയുടെ വാല്യൂസ് നിങ്ങൾ പഠിക്കേണ്ട, പക്ഷേ ഈ ഓർഡർ പഠിച്ചു നോക്കുക. ഏറ്റവും കൂടുതലുള്ള ഗ്ലിസറിൻ ആണ്, ഏറ്റവും കൂടുതൽ ഈ ലിസ്റ്റിലുള്ളത് കെറോസിൻ ആണ്. ഈ ലിസ്റ്റിൻ്റെ പുറത്ത് വേറെ കുറേ ആൾക്കാരുണ്ട്, പക്ഷേ ഈ ലിസ്റ്റിലുള്ള ആൾക്കാർ നമുക്ക് പഠിച്ചാൽ മതി. ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് വെള്ളത്തിനേക്കാളും കൂടുതൽ ഡെൻസിറ്റി ഉള്ള സാധനമാണ് ഉപ്പ് വെള്ളം എന്നുള്ളവരെ ഓർത്തുക. അപ്പോൾ ഈ ഓർഡർ ഒന്ന് പഠിച്ചു നോക്കുക, ഇൻക്രീസിങ് ഡെൻസിറ്റിൻ്റെ. എന്തിനാണ് പഠിക്കുമ്പോൾ പറയുന്നത്? ഇവിടെ ആലോചിച്ച് നോക്കി നമ്മുടെ പ്യുവർ വാട്ടറിൽ, സാധാരണ പ്യുവർ വെള്ളത്തിൽ നമ്മൾ ഈ ബലൂൺ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പൊങ്ങി നിൽക്കും. എന്നാൽ ഉപ്പ് വെള്ളത്തിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലോണം പൊങ്ങി നിൽക്കും. അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പ് വെള്ളത്തിൽ ഇവന് കിട്ടുന്ന ബോയൻസി അഥവാ ബോയന്റ് ഫോഴ്സ് കൂടുതലാണ്. അതിന്റെ കാരണം എന്താ? ഉപ്പ് വെള്ളത്തിന്റെ ഡെൻസിറ്റി കൂടുതലാണ്. അപ്പോൾ ഓർത്ത് വെച്ചോ മക്കളെ, എപ്പോഴും ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ബോയന്റ് ഫോഴ്സും ഇൻക്രീസ് ചെയ്യും. ഡെൻസിറ്റി കൂടിക്കഴിഞ്ഞാൽ ബോയന്റ് ഫോഴ്സും കൂടും എന്നുള്ള കാര്യം ഓർത്തുക. ആരുടെ ഡെൻസിറ്റി? വസ്തുവിന്റെ ഡെൻസിറ്റി അല്ല, ലിക്വിഡിന്റെ അഥവാ ഫ്ലൂയിഡിന്റെ ഡെൻസിറ്റി കൂടിക്കഴിഞ്ഞാൽ ബോയൻ ഫോഴ്സ് കൂടും എന്നുള്ള കാര്യം ഓർത്തുക. അപ്പോൾ ഇത് ബേസ്ഡ് ആയിട്ട് ആപ്ലിക്കേഷൻ ചോദ്യം പരീക്ഷയിൽ എന്തായാലും നിങ്ങൾ എക്സ്പെക്ട് ചെയ്തുകൂടാ. അപ്പോൾ ഇതിന്റെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും. ഒരു എഗ് സിങ്ക് ചെയ്യും ഫ്രഷ് വാട്ടറിൽ, സാധാരണ വാട്ടറിൽ, പക്ഷേ ഉപ്പ് വെള്ളത്തിലെ ഫ്ലോട്ട് ചെയ്യും. കാരണം എന്താ? ഉപ്പ് വെള്ളത്തിന്റെ ഡെൻസിറ്റി കൂടുതലല്ലേ, അപ്പോൾ അതുകൊണ്ട് ബോയൻ ഫോഴ്സും കൂടുതലാണ്. ഡെൻസിറ്റി ഉപ്പ് വെള്ളത്തിന് കൂടെയാണ്, ബോയൻ ഫോഴ്സ് കൂടുതലാണെന്നുള്ള രീതിക്ക് അതുകൊണ്ടാണ് ഫ്ലോട്ട് ചെയ്യുന്നത്. വളരെ സിമ്പിളാണ്. അടുത്ത ചോദ്യം, ഷിപ്പ് മൂവ്സ് ഫ്രം ഫ്രഷ് വാട്ടർ ലേക്ക് ടു സീ. അപ്പോൾ സാധാരണ വെള്ളത്തിൽ നിന്ന് ഉപ്പ് വെള്ളത്തിലേക്ക് പോകുമ്പോൾ, സീൽ ഉപ്പ് വെള്ളമുള്ളത്, അത് റൈസസ് ഫോർ, അത് കൊണ്ട് പോകുന്നു. കാരണം വീണ്ടും ഉപ്പ് വെള്ളത്തിലേക്ക് വരുമ്പോൾ, ഓഷ്യനിൽ ഉപ്പ് വെള്ളമല്ലോ, ഡെൻസിറ്റി കൂടുതലായിരിക്കും ഉപ്പ് വെള്ളത്തിൽ, അപ്പോൾ ബോയൻ ഫോഴ്സും കൂടുതലായിരിക്കും, അപ്പോൾ ഷിപ്പ് കുറച്ച് പൊന്തൂല്ലേ. ഇത്രയുള്ള സംഗതി. അടുത്ത ചോദ്യം, നോ വൺ കംപ്ലീറ്റ്ലി ഡ്രൗൺസ് ഇൻ ഡെഡ് സീ. ഡെഡ് സീ എന്ന് പറഞ്ഞാൽ നല്ല ഉപ്പ് കണ്ടന്റ് ഉള്ള ഒരു സീ ആണ്. ഭയങ്കര സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആണ് ഉപ്പിന്റെ. ഉപ്പ് ഇനി ഇട്ടിട്ട് കാര്യമില്ലാത്ത രീതിയിലാണ്, അത്രയും ഉപ്പുണ്ട്. അപ്പോൾ അവന്റെ ഡെൻസിറ്റി ഭയങ്കര കൂടുതലായിരിക്കും, ബോയൻ ഫോഴ്സ് ഭയങ്കര കൂടുതലായിരിക്കും, നിങ്ങൾ പൊന്തി കിടക്കും, നിങ്ങൾ ഡ്രൗൺ ചെയ്യില്ല കംപ്ലീറ്റ്ലി. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ആപ്ലിക്കേഷൻ ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ ഉത്തരം പറയും വിചാരിക്കുന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത്
ഒരു വസ്തുവിൽ കിട്ടുന്ന ബോയൻ ഫോഴ്സ് അവന്റെ അല്ല ലിക്വിഡിന്റെ ഡെൻസിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ള മനസ്സിലായി. ഡെൻസിറ്റി കൂടി കഴിഞ്ഞാൽ ബോയൻ ഫോഴ്സ് കൂടും. ഈ ബോയൻ ഫോഴ്സ് മറ്റൊരു കാര്യത്തിന് ഡിപ്പെൻഡ് ചെയ്യും, അതായത് വസ്തുവിന്റെ വോളിയത്തിന്. ഫോർ എക്സാമ്പിൾ ഈ ബലൂണിന് നല്ലോണം ബോയൻ ഫോഴ്സ് കിട്ടുന്നതുകൊണ്ടല്ലേ അതിങ്ങനെ പൊന്തി കിടക്കുന്നത്. കാരണം എന്താണ്? കാരണം ആ ബലൂണിന്റെ വോളിയം ഭയങ്കര കൂടുതലാണ്, വ്യാപ്തം കൂടിയത് കൊണ്ട് തന്നെ അവന് കൂടുതൽ ബോയൻ ഫോഴ്സ് അഥവാ പ്ലവക്ഷമ ബലം കിട്ടുന്നുള്ള കാര്യം ഓർത്ത് വെക്കാം. എന്നാൽ ഈ കോയിൻ മുങ്ങിപ്പോവും. കാരണം എന്താ? കോയിന് വോളിയം വളരെ കുറവല്ലേ? വോളിയം കുറവാണെങ്കിൽ അവന് കിട്ടുന്ന ബോയൻ ഫോഴ്സും കുറവായിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യം ഓർത്ത് വെക്കാം. വസ്തുവിന്റെ വോളിയം കൂടിയാൽ, വ്യാപ്തം കൂടിയാൽ ബോയൻ ഫോഴ്സ് അഥവാ പ്ലവക്ഷമ ബലം കൂടും എന്നുള്ള കാര്യം ഓർത്ത് വെക്കണം. അടുത്ത പഠിക്കാനുള്ള ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് വിച്ച് ഇസ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ അഥവാ ആർക്കിമിഡീസ് തത്വം. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. ഒരു ബലൂൺ നിങ്ങൾ വെള്ളത്തിൽ ഇങ്ങനെ മുക്കി വെച്ച് കഴിഞ്ഞാൽ കുറച്ചേ മുങ്ങി കിടക്കുള്ളൂ, ഫുള്ളായിട്ട് മുങ്ങി അങ്ങോട്ട് പോവില്ല. പക്ഷെ കുറച്ച് മുങ്ങിയത് കാരണം കുറച്ച് വെള്ളം പുറത്തേക്ക് മാറി നിൽക്കേണ്ടി വരില്ലേ? ഈ ഒരു ബക്കറ്റ് ആദ്യം ഫുൾ വെള്ളം വിചാരിക്കും, ഈ ബലൂൺ നമ്മൾ മുക്കുമ്പോഴത്തേക്കും കുറച്ച് വെള്ളം പുറത്തേക്ക് ഒഴുകി വരില്ലേ? ആ വെള്ളത്തിനെയാണ് നമ്മൾ ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് എന്ന് വിളിക്കുക, അഥവാ ആദേശം ചെയ്യപ്പെട്ട ഫ്ലൂയിഡ്, മാറി നിന്ന ഫ്ലൂയിഡ്. ഈ ബലൂൺ കാരണം മാറി നിന്ന ആ ഫ്ലൂയിഡിന് ഒരു വെയിറ്റ് ഉണ്ടാവില്ലേ? ദാറ്റ് ഈസ് വെയിറ്റ് ഓഫ് ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് 10 ന്യൂട്ടൺ ആണെന്ന് വിചാരിക്കുക. അതുകൊണ്ട് ഇപ്പം എന്താ? അങ്ങനെയാണെങ്കിൽ ഈ ബലൂണിന് കിട്ടുന്ന ബോയിൻ ഫോഴ്സ് എത്രയായിരിക്കും? 10 ന്യൂട്ടൺ ആയിരിക്കും. ഇത് ഞാൻ കണ്ടുപിടിച്ചതല്ല, ഇത് ആർക്കിമിഡീസ് കണ്ടുപിടിച്ചുകൊണ്ടാണ് ഇതിനെ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആർക്കിമിഡീസ് കണ്ടുപിടിച്ച ഒരൊറ്റ സിമ്പിൾ കാര്യമേ ഉള്ളൂ, അതായത് ബോയിൻ ഫോഴ്സ് എന്തിനോട് തുല്യമായിരിക്കും? വെയിറ്റ് ഓഫ് ഫ്ലൂയിഡ് ഡിസ്പ്ലേസിനോട് തുല്യമായിരിക്കും. ഞാൻ വെള്ളത്തിലേക്ക് വീണ് കഴിഞ്ഞാൽ ഞാൻ കാരണം മാറി നിൽക്കേണ്ടി വന്ന വെള്ളത്തിന്റെ വെയിറ്റ് എത്രയാണോ അത്രയും ബോയിൻ ഫോഴ്സ് ആയിരിക്കും എനിക്ക് കിട്ടുക എന്നാണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് പഠിച്ചു വെക്കുക. ബേസിക്കലി ബോയിൻ ഫോഴ്സ് ഇസ് ഈക്വൽ ടു ദ വെയിറ്റ് ഓഫ് ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്. പ്ലവക്ഷമ ബലം ആദേശം ചെയ്യപ്പെട്ട വെള്ളത്തിന്റെ ഭാരത്തിന് തുല്യമായിരിക്കും എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. വളരെ സിമ്പിൾ ആണ്. അപ്പൊ ഇതുവരെ നമ്മൾ പഠിച്ച പ്രകാരം ബോയൻ ഫോഴ്സ് ലോസ് ഓഫ് വെയിറ്റ് സെയിം ആണെന്നുള്ള കാര്യം പഠിച്ചു. വെയിറ്റ് ഇൻ എയർ സെയിം ആണ് പഠിച്ചു. ഓക്കെ, പുതിയൊരു കാര്യം കൂടി പഠിച്ചു. ബോയൻ ഫോഴ്സ് എന്തിനോട് ഈക്വൽ ആയിരിക്കും? വെയിറ്റ് ഓഫ് ഫ്ലൂയിഡ് ഡിസ്പ്ലേസിനോട് ഈക്വൽ ആയിരിക്കും. ഈ 3 പേരും എപ്പോഴും ഈക്വൽ ആയിരിക്കും എന്നുള്ള കാര്യം ഓർത്ത് വെച്ചാൽ പല ചോദ്യങ്ങളും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. കാരണം ലോസ് ഓഫ് വെയിറ്റ് ചോദിച്ചാൽ നിങ്ങൾ ബോയൻ ഫോഴ്സ് കണ്ടുപിടിച്ചാൽ മതി, വെയിറ്റ് ഓഫ് ഫ്ലൂയിഡ് ഡിസ്പ്ലേസ് ചോദിച്ചാൽ ബോയൻ ഫോഴ്സ് കണ്ടുപിടിച്ചാൽ മതി. ഇനി ബോയൻ ഫോഴ്സ് കണ്ടുപിടിക്കാൻ പറ്റില്ല, നിങ്ങൾ ഇതിലേതെങ്കിലും ഒന്ന് കണ്ടുപിടിച്ചാൽ മതി. ഏത് കണ്ടുപിടിച്ചാലും സെയിം ആൻസർ ആയിരിക്കും എന്നുള്ള കാര്യം ഓർത്ത് വെക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ അഥവാ പ്ലവന തത്വം എന്ന് പഠിക്കാം. എല്ലാ സാധനവും ലോകത്തിൽ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ഫ്ലോട്ട് ചെയ്യാറില്ല, പക്ഷേ ചില സാധനങ്ങൾ ഫ്ലോട്ട് ചെയ്യാറുണ്ട്. അതിന്റെ കാരണം എന്താണ്? ഫോർ എക്സാമ്പിൾ ഈ ബോട്ട് ഫ്ലോട്ട് ചെയ്യുന്ന കാരണം എന്തായിരിക്കും? അവന്റെ താഴേക്കുള്ള വെയിറ്റ്, അവന്റെ വെയിറ്റ് 10 ന്യൂട്ടൺ ആയിരിക്കും, അവന് കിട്ടുന്ന ബോയൻ ഫോഴ്സും 10 ന്യൂട്ടൺ ആയിരിക്കും. അതുകൊണ്ടായിരിക്കും അവൻ ഫ്ലോട്ട് ചെയ്യുന്നത്. അവന്റെ വെയിറ്റ് വല്ല 20 ന്യൂട്ടൺ ആണ്, ബോയൻ ഫോഴ്സ് 10 ന്യൂട്ടൺ ആണ്, അവൻ മുങ്ങിപ്പോലെ. അപ്പൊ എപ്പോഴാണ് ഒരു സാധനം ഫ്ലോട്ട് ചെയ്യുക? ആ വസ്തുവിന്റെ വെയിറ്റും അവന് കിട്ടുന്ന ബോയൻ ഫോഴ്സും സെയിം ആകുമ്പോൾ. ഈ ബോയൻ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെയിറ്റ് ഓഫ് ഫ്ലൂയിഡ് ഡിസ്പ്ലേസിനോട് ഈക്വൽ അല്ലേ? അതായത് ഈ ബോട്ട് കാരണം മാറി നിൽക്കേണ്ടി വന്ന വെള്ളത്തിന്റെ വെയിറ്റിനോട് ഈക്വൽ ആയിരിക്കും. അപ്പൊ എനിക്ക് പറയാം ബോയൻ ഫോഴ്സ് ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്. അപ്പൊ എനിക്ക് ഇൻഡയറക്ട്ലി പറയാം ഈ വസ്തുവിന്റെ വെയിറ്റും അവൻ ഡിസ്പ്ലേസ് ചെയ്ത ഫ്ലൂയിഡിന്റെ വെയിറ്റും, അവൻ കാരണം മാറി നിൽക്കേണ്ടി വന്ന ഫ്ലൂയിഡിന്റെ വെയിറ്റും സെയിം ആണെങ്കിൽ അവൻ ഫ്ലോട്ട് ചെയ്യുന്നു പറയാം. അതിനെയാണ് നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ എന്ന് വിളിക്കുക. വളരെ സിമ്പിൾ ആയിട്ട് ഇത്രേ ഉള്ളൂ. വെൻ an object floats on a fluid, the weight of object and the weight of fluid displaced are equal. അപ്പോൾ ഇക്വേഷൻ ആക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്ജക്റ്റിന്റെ വസ്തുവിന്റെ വെയിറ്റും അവൻ ആദേശം ചെയ്ത വെള്ളത്തിന്റെ ഭാരവും അല്ലെ ഫ്ലൂയിഡിന്റെ ഭാരവും രണ്ടും സെയിം ആണെങ്കിൽ, എപ്പോഴും ആയിരിക്കുന്നല്ല, അങ്ങനെ ആണെങ്കിൽ അവൻ ഫ്ലോട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതൊരു കണ്ടീഷണൽ കാര്യമാണ്. നേരത്തെ പറഞ്ഞ ഇക്വേഷൻസ് കണ്ടീഷണൽ അല്ല, എപ്പോഴും വർക്ക് ചെയ്യും. ഇത് ഫ്ലോട്ട് ചെയ്യെങ്കിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ, എപ്പോഴും കൊണ്ടുപോയി ഇത് ഉപയോഗിക്കരുത്. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് ഓർത്ത് വെക്കുക. ഇത് പറഞ്ഞ കാര്യങ്ങൾ ബേസ്ഡ് ആയിട്ട് ന്യൂമറിക്കൽസും പരീക്ഷയിൽ വരും. ഫോർ എക്സാമ്പിൾ ബോട്ട് ഓൺ എ ലേക്ക് ഡിസ്പ്ലേസസ് 6000 കിലോ വാട്ടർ, 6000 കിലോ വെള്ളത്തിന് ആദേശം ചെയ്തു, അതായത് മാറ്റി നിർത്തി. അങ്ങനെയാണെങ്കിൽ ബോയൻ ഫോഴ്സ് എത്രയായിരിക്കും? അപ്പോൾ നമുക്കറിയില്ല, എപ്പോഴും ബോയൻ ഫോഴ്സും വെയിറ്റ് ഓഫ് ഫ്ലൂയിഡ് ഡിസ്പ്ലേസും സെയിം ആയിരിക്കും. അപ്പോൾ വെയിറ്റ് ഇവിടെ മാസം ആണെന്നിരിക്കുന്നത്. അപ്പോൾ വെയിറ്റ് കണ്ടുപിടിക്കാൻ mg എടുക്കുക, m 6000, g ഒന്നും പറഞ്ഞില്ല 9.8 തന്നെ എടുക്കണം. അപ്പോൾ എന്താ കിട്ടുക? 58,800 ന്യൂട്ടൺ കിട്ടും. അതായിരിക്കും ബോയൻ ഫോഴ്സ്. ഇനി പരീക്ഷയിൽ വല്ലതും ചോദിക്കുകയാണ് വാട്ട് ഈസ് എ ലോസ് ഓഫ് വെയിറ്റ്, ഈ ബോട്ടിന്റെ ലോസ് ഓഫ് അത് ഇത്ര തന്നെ ആയിരിക്കണോ? എല്ലാം സെയിം അല്ലേ? അപ്പോൾ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ പറ്റണം എന്നുള്ള കാര്യം ഓർക്കുക. മറ്റൊരു ചോദ്യമാണ്, ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യമാണ്, പരീക്ഷയിൽ വരാൻ ചാൻസ് ഉണ്ട്. ഒരു ഒബ്ജക്റ്റിന്റെ എയറിലെ വെയിറ്റ് തന്നിട്ടുണ്ട്, ഫ്ലൂയിഡിലെ വെയിറ്റ് അഥവാ വാട്ടറിന്റെ വെയിറ്റിൽ തന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഇതൊക്കെ കണ്ടുപിടിക്കാൻ പറഞ്ഞു. ലോസ് ഇൻ വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? എയറിലെ വെയിറ്റ് മൈനസ് ഫ്ലൂയിഡിലെ വെയിറ്റ്, അത് കണ്ടുപിടിച്ചാൽ 0.14 എന്ന് കിട്ടും. ബോയൻ ഫോഴ്സും ലോസ് ഓഫ് വെയിറ്റും സെയിം അല്ലേ? ബോയൻ ഫോഴ്സും ലോസ് ഓഫ് വെയിറ്റും വെയിറ്റ് ഓഫ് ഫ്ലൂയിഡ് ഡിസ്പ്ലേസ് ഒക്കെ സെയിം ആണ്. അപ്പോൾ 3 കാര്യങ്ങളും ചോദിച്ചിരിക്കുന്നത് സെയിം ആണ്. വെയിറ്റ് ഓഫ് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ വാട്ടർ ആയതുകൊണ്ട് വാട്ടർ ഡിസ്പ്ലേസ് 3 സെയിം ആയതുകൊണ്ട് ആൻസർ സെയിം ആയിരിക്കില്ലേ? അപ്പോൾ ഇവിടെ കാൽക്കുലേഷൻ ആവശ്യം വരില്ല. നിങ്ങൾ ഈ കോൺസെപ്റ്റ് മനസ്സിലാക്കി കുട്ടിയാണെങ്കിൽ ഇത് 3 സെയിം ആണെന്ന് മനസ്സിലാക്കി 3ന് സെയിം ആൻസർ അങ്ങോട്ട് എഴുതി വെച്ച് പരിപാടി തീർക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്.
ഓക്കെ, അപ്പോൾ കോൺസെപ്റ്റ് മനസ്സിലാക്കൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത സാധനമാണ് റിലേറ്റീവ് ഡെൻസിറ്റി അഥവാ ആപേക്ഷിക സാന്ദ്രത. എന്താ സംഭവം? റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് എ സബ്സ്റ്റൻസ്, ഏത് സബ്സ്റ്റൻസ്, ഓയിൽ ആയിക്കോട്ടെ, കെറോസിൻ ആയിക്കോട്ടെ, മെർക്കുറി ആയിക്കോട്ടെ, എന്തോ ഒരു സബ്സ്റ്റൻസ്, ആ സബ്സ്റ്റൻസിന്റെ ഡെൻസിറ്റി ഡിവൈഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. ഡെൻസിറ്റി ഓഫ് വാട്ടർ 1000 ആണെന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഇത് ബേസ് ആയിട്ട് ന്യൂമറിക്കൽ എന്തായാലും പരീക്ഷയിൽ വരാൻ ചാൻസ് ഉണ്ട്. കാൽക്കുലേറ്റ് റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് കെറോസിൻ ഡെൻസിറ്റി തന്നിട്ടുണ്ട് 810 ആണ്. വെള്ളത്തിന്റെ ഡെൻസിറ്റി അവർ തന്നില്ലെങ്കിൽ നമുക്ക് അറിയണം 1000 ആണെന്നുള്ള കാര്യം. റിലേറ്റീവ് ഡെൻസിറ്റി കണ്ടുപിടിക്കുക. ഡെൻസിറ്റി ഓഫ് സബ്സ്റ്റൻസ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. സബ്സ്റ്റൻസ് ഏതാണ്? കെറോസിൻ ആണ്. ദാറ്റ് ഈസ് 810 ആണ്. വാട്ടറിന്റെ 1000 ആണ്. 810 by 1000 0.81 ആണ് റിലേറ്റീവ് ഡെൻസിറ്റി. റിലേറ്റീവ് ഡെൻസിറ്റിക്ക് യൂണിറ്റ് ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഓർത്തു, കാരണം ഈ 2 യൂണിറ്റ്സും കട്ടാവും. അപ്പോൾ യൂണിറ്റ് ലെസ് ക്വാണ്ടിറ്റി ആണ്, യൂണിറ്റ് ഇല്ലാത്തൊരു ക്വാണ്ടിറ്റി ആണ്. ഇനിയും ന്യൂമറിക്കൽസ് 2-3 നമുക്ക് ചെയ്ത് നോക്കാം. അങ്ങനെയുള്ള പരീക്ഷയിൽ നമുക്ക് വന്നു കഴിഞ്ഞാൽ ഉറപ്പിച്ച് ഉത്തരം കൊടുക്കാൻ പറ്റുള്ളൂ. 8900 കിലോ ആണ്, കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ് കോപ്പർ ഡെൻസിറ്റി. റിലേറ്റീവ് ഡെൻസിറ്റി കണ്ടുപിടിക്കുക. പക്ഷേ ഡെൻസിറ്റി ഓഫ് സബ്സ്റ്റൻസ് കോപ്പർ ആണ്. അപ്പോൾ 8900 ഡിവൈഡ് ബൈ 1000 8.9. ഇത്രയുള്ള സംഗതി വളരെ സിമ്പിൾ ആണ് സാധനം. ഓക്കെ, ഇനി നേരെ തിരിച്ചും ചോദിക്കാം. റിലേറ്റീവ് ഡെൻസിറ്റി 13.6 ആണെങ്കിൽ ഡെൻസിറ്റി എന്താണ് മെർക്കുറിയുടെ? ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. റിലേറ്റീവ് ഡെൻസിറ്റി ഫോർമുല നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഡെൻസിറ്റി ഓഫ് സബ്സ്റ്റൻസ് എന്തായിരിക്കും? ഡെൻസിറ്റി ഓഫ് വാട്ടർ അങ്ങോട്ട് വിട്. അപ്പോൾ ഡെൻസിറ്റി ഓഫ് വാട്ടർ ഇൻറ്റു റിലേറ്റീവ് ഡെൻസിറ്റി ആണ്. ഡെൻസിറ്റി ഓഫ് സബ്സ്റ്റൻസ് മനസ്സിലാവും. റിലേറ്റീവ് ഡെൻസിറ്റി 13.6, ഡെൻസിറ്റി ഓഫ് വാട്ടർ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ആണെങ്കിൽ 3 പൂജ്യം ഉള്ളത് 3 ചടം 1 2 3 അവിടെയൊക്കെ 0 ഇടുക. 13600 kg/m3. ഇത് റിലേറ്റീവ് ഡെൻസിറ്റി അല്ല, ഡെൻസിറ്റി ഓഫ് മെർക്കുറി ആണ്, അഥവാ സബ്സ്റ്റൻസ് ആണ്. അപ്പോൾ ഈ രീതിയിൽ ചോദ്യങ്ങൾ എന്തായാലും ഒരു ചോദ്യം അവിടെ നിന്ന് എക്സ്പെക്ട് ചെയ്തോളൂ 2 മാർക്സിന്റെ. ഓക്കെ, ഹൈഡ്രോമീറ്റർ എന്ന് പറഞ്ഞൊരു ഡിവൈസ് ഉണ്ട്. എന്താണ് സാധനം? ഇതാണ് സാധനം. ഈ ഹൈഡ്രോമീറ്റർ പ്രത്യേകത എന്താണ്? ഇതിനെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഒരു സാധനത്തിന്റെ റിലേറ്റീവ് ഡെൻസിറ്റി അളക്കുക. അപ്പോൾ ഇറ്റ് ഇസ് എ ഡിവൈസ് യൂസ് ടു മെഷർ റിലേറ്റീവ് ഡെൻസിറ്റി അഥവാ ആപേക്ഷിക സാന്ദ്രത എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. അപ്പോൾ ഇതിന്റെ ഒരു പ്രത്യേകത നിങ്ങൾ പഠിച്ചു വെക്കുക. താഴേക്ക് പോകുന്തോറും ഇതിന് വാല്യൂസ് കൂടിയാണ് വരിക എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. സാധാരണ നമ്മൾ സ്കെയിലൊക്കെ എടുക്കണം, മുകളിലേക്ക് പോകുമ്പോഴാണ് കൂടി വരിക. ഇത് താഴേക്ക് പോകുമ്പോഴാണ് കൂടി വരിക എന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെക്കുക. അതേപോലത്തെ ഒരു സാധനമാണ് ലാക്ടോമീറ്റർ എന്ന് പറഞ്ഞാൽ ഈ ഹൈഡ്രോമീറ്റർ ഒന്ന് മോഡിഫൈ ചെയ്തെടുത്തുള്ളൂ. എന്തിനാണ് മോഡിഫൈ ചെയ്തത്? ടു മെഷർ ദ റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് മിൽക്കിന്റെ പ്യൂരിറ്റി അളക്കാനും അതിന്റെ റിലേറ്റീവ് ഡെൻസിറ്റി അളക്കാനും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ലാക്ടോമീറ്റർ എന്നുള്ളത് ഓർത്തുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഈ ചാപ്റ്ററിൽ നിന്ന് പഠിച്ചാൽ മക്കളെ പരീക്ഷയിൽ എന്ത് ചോദ്യം എങ്ങനെ വന്നാലും ഏത് രീതിയിൽ വന്നാലും നിങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ പറ്റുന്നു. മാത്രമല്ല ഈ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് ഫുൾ മാർക്ക് ഉറപ്പാക്കിയിട്ടായിരിക്കും നിങ്ങൾ പരീക്ഷാ ഹാളിൽ നിന്ന് വരുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിന്റെ സമ്മറി വീഡിയോ അല്ല ഞാൻ തന്നത്, ടെക്സ്റ്റ് ബുക്കിൽ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്ത് എല്ലാ ടൈപ്പ് ചോദ്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കംപ്ലീറ്റ് റിവിഷനാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങളുടെ എല്ലാ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഫ്രണ്ട്സിനും നിങ്ങൾ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓൾസോ കമന്റ് ബോക്സിൽ ഇഷ്ടമായി എന്ന് കമന്റ് ചെയ്യാൻ ഒരു മടിയും നിങ്ങൾ കാണിക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ. ഓൾസോ പരീക്ഷ നമുക്ക് തകർക്കണം. ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പരീക്ഷ ഹാളിൽ സഹായിക്കുന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. നിങ്ങൾക്ക് അതുണ്ടായിരിക്കണം. ബൈ ബൈ, ടേക്ക് കെയർ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.